കേരളം കണ്ട ഏറ്റവും ആദർശധീരനായ കമ്മ്യൂണിസ്റ്റ് ജി സുധാകരൻ CPM വിട്ട് വിമതനായി മത്സരിക്കാൻ തീരുമാനിച്ചതോടെ CPM എന്ന പാർട്ടി തന്നെ കേരളത്തിൽ പിളർന്നു എന്ന് തന്നെ പറയാം. കാരണം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ എന്ന് പറയുന്നത് മഹത്തരമാണ്. പക്ഷേ ആ ആശയങ്ങളും ആദർശങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ് വലിയ ടാസ്ക്. അങ്ങനെയുള്ള പഴയ മഹാന്മാരായ നേതാക്കൾ പടുത്തുയർത്തിയ ഒരു CPM എന്ന പാർട്ടി ഇന്നെത്തി നിൽക്കുന്ന അപജയം, അവർക്ക് സംഭവിച്ചിരിക്കുന്ന അധപ്പതനം, ഇതെല്ലാം യഥാർത്ഥത്തിൽ മറ്റൊരു മാഫിയ കമ്മ്യൂണിസമാണ്. അതിൻ്റെ നേതാവായിരുന്നു പിണറായി വിജയൻ. അവർക്ക് ഈ തട്ടിപ്പ്, വെട്ടിപ്പ്, സ്വർണ്ണമോഷണം, മദ്യമയക്കുമരുന്ന് കച്ചവടം, സ്ത്രീ പീഡനം ഇങ്ങനെയുള്ളവയെല്ലാം അവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാൽ പഴയ കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല. അവരാണിപ്പോൾ ജി സുധാകരൻ്റെ നേതൃത്വത്തിൽ പുറത്തു പോയിരിക്കുന്നത്. അവരാണിപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒന്നിച്ചു നിൽക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ആലപ്പുഴയിലെ കമ്മ്യൂണിസത്തിൻ്റെ വികാരഭൂമിയായ പുന്നപ്രയും വലിയ ചുടുകാടും ഉൾപ്പെടുന്ന അമ്പലപ്പുഴയാണ് അവരുടെ ആസ്ഥാനം. അമ്പലപ്പുഴയിൽ അങ്ങനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ പ്രഖ്യാപിച്ചതോടെ അത് അമ്പലപ്പുഴയിൽ മാത്രമല്ല, കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും തിളച്ചു മറിയുകയാണ് കമ്മ്യൂണിസം. ആദ്യം തന്നെ പാർട്ടിയുടെ തട്ടിപ്പിനെതിരെ വിമത ശബ്ദം ഉയർത്തിയ പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ സഖാവിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ, പാലക്കാട്ട് P ശശി അടക്കമുള്ള ഒട്ടനവധി നേതാക്കൾ പലയിടങ്ങളിലായി ഉയർത്തിയ വിമത ശബ്ദം, അതുപോലെ തന്നെ സഖാക്കൾക്കൊപ്പം ഇപ്പോൾ ഐഷ പോറ്റിയെ പോലുള്ള പോരാളികൾക്കും വലിയൊരു ആവേശമാണ് ഇത് നൽകിയിരിക്കുന്നത്. ജി സുധാകരനും ഐഷ പോറ്റിയും മാത്രമല്ല, ഈ പിണറായി കമ്മ്യൂണിസത്തിനെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇനി CPMനെതിരെ സ്ഥാനാർത്ഥികൾ വരാൻ പോവുകയാണ്. അവരെല്ലാം ഒന്നിച്ചു നിർത്തി, വിമതരെയെല്ലാം ഒന്നിച്ചു നിർത്തി ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ പണ്ട് ഗൗരിയമ്മയും MV രാഘവനും പിളർത്തിയതിനേക്കാളും ശക്തമായി CPM പിളരാനും ഒപ്പം നല്ല കമ്മ്യൂണിസ്റ്റുകളെല്ലാം ഒന്നിച്ചു നിൽക്കാനും സാധ്യതയേറുകയാണ്. നല്ല കമ്മ്യൂണിസ്റ്റ് എന്നും തട്ടിപ്പ് കമ്മ്യൂണിസ്റ്റ് എന്നുമുള്ള ചേരിതിരിവ് കേരളത്തിൽ വ്യക്തമാവുകയും ചെയ്യും. ജി സുധാകരനെ പുറത്താക്കിയതോടെ തകർന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ ഇനി പുതിയ പാർട്ടിയും കൂടി ഇവിടെ രൂപപ്പെട്ടാൽ എങ്ങോട്ട് പോകുമെന്ന് വ്യക്തമല്ല. അത്രയ്ക്കും വലിയ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തട്ടിപ്പിനെയും മോഷണത്തെയും പെൺപീഡനത്തെയും മാഫിയ സംഘങ്ങളെയും അനുകൂലിക്കുന്നവർക്ക് പകരം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളുടെ കൂട്ടായ്മ, അതാണ് ജി സുധാകരനിലൂടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. 70 വയസ്സ് കഴിഞ്ഞാൽ കഴുത്തറുത്ത് ഇറച്ചിക്കച്ചവടത്തിന് ഇറക്കേണ്ടവരാണ് തങ്ങളെന്ന് ആരും കരുതേണ്ടെന്ന് തുറന്നടിച്ച ജി സുധാകരൻ അതിൽ പാർട്ടി സെക്രട്ടറിയോടുള്ള വലിയ നീരസവും പാർട്ടി സെക്രട്ടറിക്കുള്ള ഇരട്ടത്താപ്പുമാണ് കണ്ടുപിടിച്ചത്. ഏറ്റവും കുപിതനായതും അദ്ദേഹം അതിൽ തന്നെയാണ്. 75 വയസ്സുള്ള ജി സുധാകരനെ പരിഹസിച്ച പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ 80 വയസ്സ് കഴിഞ്ഞ പിണറായി വിജയനെയും പൊക്കിപ്പിടിച്ച് നടക്കുകയാണ്. ആ പരിഹാസം അത് സുധാകരനെ പാർട്ടി പിളർത്താൻ തന്നെ നിർബന്ധിതമാക്കി എന്നാണ് പറയേണ്ടത്. അല്ലെങ്കിൽ പാർട്ടിക്കെതിരായി ഒരു സ്ഥാനാർത്ഥിയാകാനൊന്നും ജി സുധാകരൻ എന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ നിൽക്കില്ലായിരുന്നു. ടേമിൻ്റെ പേരിൽ തന്നെ മാത്രം ഇങ്ങനെ മാറ്റി നിർത്തുന്നത് അവരുടെ കൊള്ളരുതായ്മകൾക്കും തട്ടിപ്പിനും കൂട്ടുനിൽക്കാത്തത് കൊണ്ടാണ് എന്ന് ജി സുധാകരൻ തുറന്നു പറയുമ്പോൾ അതിൽ മാഫിയ സംഘങ്ങൾ പിടിമുറുക്കിയ പിണറായി കമ്മ്യൂണിസത്തെയാണ് വലിച്ചു കീറുന്നത്. പണ്ട് VS അച്യുതാനന്ദൻ വെറുക്കപ്പെട്ടവരെന്ന് വിളിച്ച ഫാരിസ് അബൂബക്കർ ഏറ്റവും അടുത്ത ചങ്ങാതിയായി ഇപ്പോൾ കൂടെ കൂട്ടി നടക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. VSൻ്റെ കൂട്ടത്തിലേക്ക് കൂട്ടി തന്നെയാണ് ഇപ്പോൾ ജി സുധാകരനെയും അങ്ങനെ പിണറായി വിജയൻ നശിപ്പിക്കാൻ തീരുമാനിച്ചത്. അല്ലെങ്കിൽ ഇന്ന് ആലപ്പുഴ ജില്ലയിലെ ഏത് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചാലും ജയിക്കുന്നൊരു നേതാവായി സുധാകരൻ മാറിയിട്ടും അദ്ദേഹത്തെ തകർക്കാൻ നോക്കില്ലായിരുന്നു പിണറായി പക്ഷം. ഏതായാലും ഇത് പിണറായി കമ്മ്യൂണിസത്തിനെതിരെ VS അച്യുതാനന്ദൻ പണ്ടേ ചെയ്യേണ്ടതായിരുന്നു, കുറച്ച് വൈകിപ്പോയി എന്ന് മാത്രം.